ഹായ്. നമുക്കിന്ന് കുട്ടി ഫുഡ് കഴിക്കുന്ന ടൈമിൽ മൊബൈൽ ഫോണോ ടിവിയോ കൊടുക്കുന്നതിനുള്ള ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ നമ്മുടെ കുട്ടിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് മീൽ ടൈം കൊടുക്കുന്നത് വഴി കുട്ടി കാർട്ടൂണിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടി കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് കുട്ടി അറിയുന്നില്ല. ആ ഫുഡിന്റെ കളർ എന്താണ്, ആ ഫുഡിന്റെ ടേസ്റ്റ് എന്താണ്, ആ ഫുഡിന്റെ സ്മെൽ എന്താണ്, ആ ഫുഡിന്റെ ടെക്സ്ചർ എന്താണ്, ഇതൊന്നും നമ്മുടെ കുട്ടി ആ ഒരു മൊമെന്റിൽ തിരിച്ചറിയുന്നില്ല. സ്ക്രീൻ ടൈം കണ്ട് ഫുഡ് കഴിക്കുന്നത് വഴി ചില കുട്ടികൾ ഓവർ ഈറ്റിംഗിലേക്ക് പോകും. അതായത് ഫുഡ് ധാരാളമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാന്നുള്ളൊരു കാര്യമാണ് അത്. അതിലേക്ക് പോവാ. അല്ലെങ്കിൽ ചില കുട്ടികൾ തീരെ കഴിക്കാതിരിക്കാനായിട്ട് ഉള്ള ചാൻസസ് ഉണ്ട്. വളരെ സ്ലോ ആയിട്ടായിരിക്കും കുട്ടി ഫുഡ് കഴിക്കുന്നത്. കുട്ടിക്ക് ചൂ ചെയ്യാനും സോളോ ചെയ്യാനും ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. കുട്ടി ഫുഡ് വേഗത്തിൽ കഴിച്ചു തീർക്കാനായിട്ട് നോക്കും. അങ്ങനെ വേഗത്തിൽ കഴിച്ചു തീർക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് കുട്ടി പ്രോപ്പറായിട്ട് ആ ഫുഡ് ചൂ ചെയ്യില്ല, പ്രോപ്പറായിട്ട് ആ ഫുഡ് സോളോ ചെയ്യില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടിക്ക് ഉണ്ടാകും. അത് മാത്രമല്ല, നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ കുട്ടിക്ക് സ്ക്രീൻ ടൈം ഇല്ലാണ്ട് നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടി ഈ മൊബൈലും ടിവിയിലെ കാർട്ടൂൺസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് വാശി പിടിക്കും. അങ്ങനെ വാശി പിടിക്കുന്നത് വഴി നമുക്ക് പിന്നീട് കുട്ടിയുടെ സ്കൂളിൽ അയക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ടായിട്ട് വരും. നമുക്ക് ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ആദ്യം തന്നെ കുഞ്ഞിനെ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ, അതായത് വളരെ യങ് ഏജിൽ തന്നെ കുട്ടിക്ക് മീൽ ടൈമിൽ സ്ക്രീൻ കൊടുക്കാതിരിക്കാനായിട്ട് നോക്കാം. ആ ടൈമിൽ പാരന്റ്സ് കുട്ടികൾക്ക് റൈംസ് പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാം, റൈംസ് പാടി കൊടുക്കാനായിട്ട് നോക്കാം. അതുമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് ഫുഡ് കൊടുക്കാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ട് തന്നെ ടോയ്സ് എന്തെങ്കിലും വെച്ച് കളിച്ചുകൊണ്ട് തന്നെ കുട്ടിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ കുട്ടീനെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മള് മീൽ ടൈമില് അത് വെറും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ടൈമല്ല. പാരന്റ്സും കുട്ടിയും തമ്മിൽ നല്ല പോലെ ലവും കെയറും ഇന്ററാക്ഷൻസും കമ്മ്യൂണിക്കേഷനും ഒക്കെ കൂട്ടാനും വേണ്ടിയിട്ടുള്ളൊരു ടൈമാണത്.